നിങ്ങളൊരു ഫോൺ മേടിച്ചു എന്ന് തന്നെ കരുതാം. ആ ഫോൺ മേടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇസ്രായേലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കണക്ഷൻസ് ഉള്ള കുറെ അൺവാണ്ടഡ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു അറിവും ഇല്ലാത്ത ആപ്ലിക്കേഷൻ. അതാണ് ഇന്നത്തെ നമ്മുടെ കേസ്. സോ ബേസിക്കലി ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട്, അയ്യോ കാല്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കാലിൻ്റെ ഇവിടുത്തെ ഈ എല്ലില്ലേ, ഇത് കയറി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, ജീവൻ പോണ വേദനയാ. അയ്യോ, ഇത്രയും വേദനയൊക്കെ ആയിരിക്കും അല്ലേ ആളുകൾ വന്ന് കാലൊക്കെ അടിച്ചൊക്കെ ഇടപ്പോൾ. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സോ ഇപ്പോൾ കുറച്ച് ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഇസ്രായേലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ മൊത്തം ചോർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്പൈയിങ് സോഫ്റ്റ്വെയർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് സാംസങ്ങിന്റെ M സീരീസും A സീരീസ് ഫോണുകളും ഷിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ടെക്നിക്കലി ഈ ഫോണുകളെല്ലാം അവൈലബിൾ ആവുന്നത് മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ റീജിയൻസിലാണ്. ആപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹിറ്റ് ലിസ്റ്റിൽ വന്ന് കിടക്കുന്നത്. ഈ ആപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കുന്ന സമയത്ത് ഒരു ഇസ്രായേലി ആഡ് കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ ഡെവലപ്പേഴ്സും. ആൻഡ് സാംസങ് ആസ് എ ഫോൺ മാനുഫാക്ചറർ ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ആപ്പിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ പേരാണ് അയൺ സോഴ്സ്. ഈ അയൺ സോഴ്സ് ഇസ്രായേലിൽ ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്നാൽ വേറൊരു പരാമർശം നോക്കിക്കഴിഞ്ഞാൽ US ബ്രാൻഡായിട്ടുള്ള യൂണിറ്റിയിലെ ഗെയിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. ആ യൂണിറ്റിയുടെ ഒരു സബ്സിഡറി ബ്രാൻഡാണ് ഈ ഇസ്രായേലിലുള്ള അയൺ സോഴ്സ് എന്നും ചിലർ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇഷ്ടം പോലത്തെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എന്നാൽ ഈ ആപ്പ് മാത്രം എന്തുകൊണ്ട് ഇത്ര സസ്പീഷ്യസ് ആയിട്ട് ആളുകൾ സംസാരിക്കുന്നു, ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, സിസ്റ്റം ലെവൽ പ്രിവിലേജസ്. ഈ ആപ്പിന് ആക്ച്വലി വളരെ കോർ ആയിട്ടുള്ള പ്രിവിലേജസും പെർമിഷൻസും ഇൻബിൽഡ് ആയിട്ട് സാംസങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ലെവൽ പ്രിവിലേജസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിവൈസ് IDs, നെറ്റ്വർക്ക് ഇൻഫോ, അതുപോലെ തന്നെ നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാസ്വേഡ്സ്, പാസ്കോഡ്സ്, നിങ്ങളുടെ വൈഫൈ, IP, ഇങ്ങനെയുള്ള സകലമാന ഡീറ്റെയിൽസും ഈ ആപ്പിന് കിട്ടും. രണ്ടാമത്തെ കാര്യം, ആസ് ഓൾവേസ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാനും പറ്റൂല, അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല. ഇപ്പൊ സാംസങ്ങിന്റെ തന്നെ ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്, നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റൂല, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല. ബിക്കോസ് സാംസങ്ങിന് ആ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ആപ്പിന്റെ ആവശ്യമുണ്ട് എന്ന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. എന്നാൽ ഒരു തേർഡ് പാർട്ടി ഡെവലപ്പർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ്, അതിന് സിസ്റ്റം ലെവൽ പെർമിഷൻസ് ഉണ്ട്, ഡിസേബിൾ ചെയ്യാൻ പറ്റൂല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല. അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. ഇസ്രായേലിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പെഗസസ് പോലെയുള്ള സ്പൈവേസ് അറ്റാക്കുകൾ അവർ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇസ്രായേലിനെ മാത്രം പറയാൻ പറ്റൂല. എന്തിന്? നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചൈനീസ് ആപ്പുകളെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പൈ ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ്. ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ഡസന്റ് മേക്ക് എനി സെൻസ്, ബട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പിനെ പറ്റിയിട്ട് നമ്മുടെ ടീം റിസർച്ച് ചെയ്തപ്പോൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തതും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഡേറ്റാസ് ആണ് നമ്മൾ ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഈ ഒരു ആപ്പിന് സിസ്റ്റം ലെവൽ പെർമിഷൻസ് ഉണ്ടെങ്കിലും ഇത് എന്ത് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നതെന്നോ, എന്ത് ഡോക്യുമെന്റ്സ് ആണ് കളക്ട് ചെയ്യുന്നതെന്നോ, എന്ത് ബെനിഫിറ്റ് ആണ് ആ ഒരു ഫോണിന്റെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ആ ഫോണിന്റെ പെർഫോമൻസിലേക്കോ അല്ലെങ്കിൽ ഫോണിന്റെ പ്രോസസ്സിലേക്കോ വർക്കിങ്ങിലോ കൊടുക്കുന്നതെന്നുള്ളത് വ്യക്തമല്ല. കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ആപ്പ് ക്ലൗഡ്. രണ്ടാമത്തത്, ഇത് എൻ്റെ ഒരു അസംഷനാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ഈ ആപ്പ് കാണപ്പെടുന്നത് ഹൈ സർവൈലൻസ് മേഖലയിലാണ്, ടെക്നിക്കലി മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ റീജിയൻസിൽ. ഈ ഹൈ സർവൈലൻസ് വേണ്ടി വരുന്ന ഈ റീജിയൻസിലേക്ക് ഇങ്ങനെയുള്ള ഒരു ആപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ഒബ്വിയസ്ലി ഭയങ്കര സസ്പീഷ്യസ് ആണ്. കാരണം അവിടെയുള്ള എന്ത് ഡേറ്റയും, അതൊരു ഓഡിയോ റെക്കോർഡിംഗ് ആവാം, എന്ത് ഡേറ്റയും ഈ ഒരു ആപ്പിന് എടുത്തോണ്ട് പോകാൻ പറ്റും. അതെവിടെ സ്റ്റോർ ചെയ്യുന്നതെന്നറിയില്ല, ഈ ഒരു ആപ്പിന്റെ ആവശ്യം എന്താണെന്നറിയില്ല. ഈ ആപ്പിന് സിസ്റ്റം ലെവൽ പെർമിഷൻസ് ഉള്ളത് കൊണ്ട് ഈ ആപ്പിന് ടെക്നിക്കലി നിങ്ങൾ പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളൊന്ന് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സസ്പീഷ്യസ് ആപ്ലിക്കേഷൻസ് ഇതിന് മുന്നേയും ഇഷ്ടം പോലെ ഡേറ്റ സ്ക്രാച്ച് ചെയ്തുകൊണ്ട് പോയതും, ഡേറ്റ വേറൊരു രാജ്യത്തിന് കൊടുത്തതായിട്ടും വേറൊരു കമ്പനിക്ക് കൊടുത്തതായിട്ടും വിറ്റതായിട്ടൊക്കെ ഇഷ്ടം പോലെ ന്യൂസുകളും ഇഷ്ടം പോലെ ഹിസ്റ്ററീസ് നമ്മുടെ പുറകിലുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, ഈ സാംസങ് എന്ന ബ്രാൻഡ്, നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? സാംസങ് ഇപ്പോൾ ഒരു ഫോണ് ഷിപ്പ് ചെയ്തു, അതായത് ഫോൺ ലോഞ്ച് ചെയ്തു. ആ ഫോൺ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ആ ബോക്സിൻ്റെ അകത്തുനിന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. സാംസങ് ഏറ്റവും കൂടുതൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വയ്ക്കുന്നത് ഒന്ന് സാംസങ്ങിൻ്റെ തന്നെ സർവീസ് ആപ്ലിക്കേഷൻസ്, രണ്ടാമത്തത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ്, മൂന്നാമത്
ചില ഗെയിമുകൾ കാണും. ഇപ്പോൾ കാൻഡി ക്രഷ് ഒക്കെ മില്യൺസ് ഓഫ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഓരോ വർഷവും സാംസങ്ങിന് കൊടുക്കുന്നത്. എന്തിന്? അവരുടെ ഫോണുകൾ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാൻഡി ക്രഷ് വെക്കാൻ. സോ അതേപോലെ ഒരു കമ്പനി സാംസങ്ങിന് പൈസ കൊടുത്ത് അവർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വെച്ചതാണോ ഈ ഒരു ആപ്പ് എന്നുള്ളത് അറിയില്ല. ആൻഡ് ഇത് കൺഫേംഡ് ആയിട്ട് ഒരു സ്പൈവെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സോളിഡ് എവിഡൻസും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇപ്പോൾ ട്വിറ്ററിലും അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെയുള്ള ആപ്പ് റിമൂവ് ചെയ്യൂ, അതിനെ ഡിസേബിൾ ചെയ്ത് കളയൂ, വേറെ ആപ്പ് റിമൂവൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോഴ്സ്ഫുള്ളി ഇതിനെ റിമൂവ് ചെയ്ത് കളയൂ, അതുപോലെ തന്നെ റൂട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്പെക്യുലേഷൻസ് വരുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന ക്വസ്റ്റ്യന് ഞാൻ പറയുന്നത് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് ഈ ആപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം പെർമിഷൻസ് ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ പെർമിഷൻസ് ഡിസേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചോ സെക്യൂരിറ്റി അപ്ഡേറ്റോ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും എല്ലാ പെർമിഷനോടുകൂടി അവിടെ വന്നിരിക്കും. സോ ടെക്നിക്കലി നോ യൂസ്. നിങ്ങൾ മിഡിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഈ ഒരു ആപ്പിന് പെർമിഷൻസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് ഒരു ആപ്പ് ഇൻസ്റ്റാളർ ആപ്പാണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ആപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഈ ഒരു ആപ്പ് വഴി ഈ ആപ്പ് ക്ലൗഡിനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഒരു ടെമ്പററി യൂസ് ആണ്. നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആപ്പ് തിരിച്ചു വരും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സിമ്പിളാണ്. നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ ഡേറ്റ വളരെ സെക്യൂർ ആക്കി വെക്കേണ്ടത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വളരെ സെക്യൂർ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പാസ്വേഡ്സ്, അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ്, നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതൊരു ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പിക്സലിലേക്ക് മാറുക. ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ, എക്സ്പെൻസീവ് സൊല്യൂഷൻസ്. ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണേ. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ലൊരു കിഡിലം ബ്ലോട്ട്വെയറാ അല്ലെങ്കിൽ ഒരു ആഡ്വെയറാ വിത്ത് ലോട്ട്സ് ഓഫ് പെർമിഷൻ. അതായത് അന്യായ പെർമിഷൻസ് ഉള്ള ഒരു കിഡിലം ആഡ്വെയറോ ബോട്ട്വെയറോ ആണ്. സിമ്പിൾ. സോ ഇതൊരു സ്പൈവെയർ ആണോ, ഇസ്രായേൽ കണക്ഷൻ ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ആപ്പ് ആക്ച്വലി സാംസങ്ങിന് വലിയൊരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കും അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വെക്കാനായിട്ട്. ഈ ആപ്പ് സാംസങ്ങിന്റെ പല സർവീസുകളിലൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, വളരെ അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നു. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒരു അടിപൊളി കേസ് സ്റ്റഡിയും ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഈ ന്യൂസിനെ പറ്റി പഠിച്ചു വന്നിരുന്നു, ഞാൻ നിങ്ങളെന്ത് കാര്യമായിട്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.